ഇന്നത്തെ സങ്കീർത്തന ഭാഗം 145 സങ്കീർത്തന ഭാഗം വളരെ സന്തോഷപൂരിതമായിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. എല്ലായിടത്തും ദൈവത്തെ സ്തുതിക്കുകയും ദൈവം ചെയ്ത നന്മകളെ ഓർക്കുകയും സ്തോത്രം, ദൈവം എത്ര മഹത്വമുള്ളവനാണെന്ന് പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 145 സങ്കീർത്തനം. സുദീർഘമായിരിക്കുന്ന 21ഓളം വാക്യങ്ങൾ, സ്തോത്രം, അവയെല്ലാം എടുത്ത് പ്രസ്താവിക്കാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സമയം നമ്മെ അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് ഏതാനും ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവവചനങ്ങൾ നമുക്ക് ചിന്തിച്ച് ഒരുമിച്ച് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാം. 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം ഒക്കെ വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. സ്തോത്രം. എന്നിട്ട് 3-ാമത്തെ വാക്യം പറയുകയാണ്: യഹോവ വലിയവനും. അവിടെ ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് പോകാം. സങ്കീർത്തനക്കാരൻ പറയാ, കർത്താവേ, അവിടുന്ന് എൻ്റെ ദൈവമാ. സ്തോത്രം. അവിടുന്ന് എൻ്റെ രാജാവാ. എങ്ങനെയുള്ളവനാണ് എൻ്റെ ദൈവം? സ്തോത്രം. 3-ാമത്തെ വാക്യത്തിൽ പറയുക, ഏറ്റവും ഉന്നതനായ വലിയവനായ കർത്താവാ എൻ്റെ ദൈവം. സ്തോത്രം. പ്രിയമുള്ള ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിപ്പം ഗ്രഹിക്കുവാൻ, തിരിച്ചറിയുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പലപ്പോഴും നിരാശയടയുന്നതിൻ്റെ പ്രധാന കാരണം നാം സേവിക്കുന്ന ദൈവം എത്രമാത്രം ഉന്നതനാണെന്ന് ഒരു നിമിഷം ചിന്തിക്കുവാൻ നാം മറന്നുപോകുന്നത് കൊണ്ടാണ്. സ്തോത്രം. അവൻ എത്ര വലിയവനാ. സ്തോത്രം. ഇവിടെ വലിയവനാണെന്ന് തിരിച്ചറിയുക മാത്രമല്ല സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. വാക്ക് പുകഴ്ത്തും എന്നാണ്. എന്താ ഈ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ? നമുക്ക് പലപ്പോഴും നമ്മളങ്ങനെ വക തിരിച്ചൊന്നും പഠിക്കാറില്ല. നമ്മൾ പല പദങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും മഹത്വപ്പെടുത്തുന്നതായിട്ടും പ്രയോജനപ്പെടുത്താറുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും, ദൈവമേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു എന്ന് പറയും. ചില സമയങ്ങളിൽ നമ്മൾ പറയും, ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. ചില സമയങ്ങളിൽ നമ്മൾ പറയും, ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയും. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രയോഗിക്കുന്ന പദപ്രയോഗം ഞാൻ അങ്ങേ പുകഴ്ത്തുന്നു എന്നാണ്. പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ഒരാളെ പുകഴ്ത്തുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതാണ് പദപ്രയോഗത്തിന്റെ അർത്ഥതലം മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഞാൻ ഒരാളെ പുകഴ്ത്തുകയാണെങ്കിൽ എന്തു പറയും? അവർ ചെയ്ത നന്മയെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയും. സങ്കീർത്തനക്കാരൻ പറയുന്നത് കേട്ടോ, വെറും സ്തോത്രം പറയും, വെറും ഹല്ലേലൂയ പറയും, വെറും സ്തുതി പറയും, വെറും നന്ദി പറയുമെന്നല്ല, ദൈവം ചെയ്ത ഓരോ നന്മകളെയും എടുത്തെടുത്തു പറയുമെന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ദൈവമേ, ഞാൻ അങ്ങേ പുകഴ്ത്തും. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോ നന്മകളെയും എടുത്തെടുത്തു പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? സ്തോത്രം. അത് രണ്ട് ഗുണം ചെയ്യും. ഒന്ന്, നാം ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്നാൽ അതിലും പരമപ്രധാനമായ മറ്റൊരു ഗുണം, ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്ര മതിയായവനാണെന്ന് നമ്മെ ഈ പുകഴ്ത്തുന്ന പദങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിലൊന്ന് പറഞ്ഞു നോക്കിക്കേ, കർത്താവ് മതിയായവനാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. സ്തോത്രം. അത് നമ്മെ ബലപ്പെടുത്തും, അത് നമ്മെ ശക്തീകരിക്കും. നമ്മുടെ പ്രശ്നങ്ങളോട് അത് പറയുന്ന ഒരു ആക്കമുള്ള സന്ദേശമാ
നീ അല്ല വലുത്, പ്രശ്നമേ നീ അല്ല വലുത്, മറിച്ച് എന്റെ ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ളത്. അതിൽ പരം ശക്തമായ ഒരു വചനം എന്തു പറയുവാനായിട്ട് സാധിക്കും? അപ്പോൾ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ നാം ദൈവത്തിന്റെ മഹത്വം ഒരു പടി കൂടെ തിരിച്ചറിഞ്ഞ് നമ്മെ അവനിൽ സമർപ്പിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള മാനസികവും ആത്മീകവുമായ ധൈര്യം പ്രാപിക്കുന്നതിന് നാം ദൈവത്തെ പുകഴ്ത്തുന്നത് ഉപകരിക്കും. പലപ്പോഴും ദൈവത്തെ പുകഴ്ത്തുവാൻ നാം സമയങ്ങളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം എന്തൊക്കെ, അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ സ്തോത്രം, ഇപ്പോഴത് അല്പം കുറഞ്ഞു വരികയാണ്. പഴയ കാലങ്ങളിൽ നമ്മൾ സഭായോഗത്തിന്റെ മധ്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ആരാധനാ വേളകളിൽ പറയും, ദൈവം ചെയ്ത നന്മകൾക്കൊത്തവണ്ണം അവന് സ്തോത്രം ചെയ്യാം. അല്പസമയം ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങള്. സ്തോത്രം, ദൈവം ചെയ്ത കഴിഞ്ഞ ആഴ്ച കാലം ദൈവം നടത്തിയ വിധങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാമെന്ന് നമ്മൾ പറയാറില്ലായിരുന്നോ? സ്തോത്രം, സ്തോത്രം. എന്നിട്ട് നമ്മൾ പറയുന്ന പദപ്രയോഗങ്ങളാണ്, നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് അവൻ വിടുവിച്ചില്ലേ, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് അവൻ വിടുവിച്ചില്ലേ, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് അവൻ വിടുവിച്ചില്ലേ, നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടത് അവൻ തന്നില്ലേ, നിന്റെ ആരോഗ്യത്തെ പരിപാലിച്ചില്ലേ. എത്ര സമയങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഓർത്ത് ദൈവത്തെ പുകഴ്ത്തുവാൻ, എന്റെ കർത്താവേ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ബൂസ്റ്റും ഹോർലിക്സും അല്ല, എന്റെ കർത്താവേ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്റെ ദൈവം എന്റെ ജീവനെ പാലിച്ചതാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ജിമ്മിൽ പോയത് കൊണ്ടല്ല എനിക്ക് ബലമുണ്ടായത്, എന്റെ ആരോഗ്യത്തെ ദൈവം സൂക്ഷിച്ചത് കൊണ്ടാണെന്ന് ദൈവത്തെ പുകഴ്ത്തുവാൻ കഴിയുമോ? സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന്റെ മഹത്വം ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നിട്ട് പറയുക, അവൻ അത്യന്തം സ്തുത്യനാണ്. പ്രിയമുള്ളവരെ, ഇതെന്തോ കടമയായിട്ട് ചെയ്യുന്ന ഒന്നുമല്ല, ഇതൊരു ചടങ്ങായിട്ട് ചെയ്യുന്നതല്ല. പെന്തക്കോസുകാരായതുകൊണ്ട് ഉറക്ക ദൈവത്തെ സ്തുതിക്കണമെന്ന് പണ്ട് കാർന്നോന്മാർ എഴുതി വെച്ചത് കൊണ്ടല്ല ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അവൻ സ്തുത്യനായതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അവൻ സ്തുതിക്ക് യോഗ്യനായതുകൊണ്ടാണ് ഞാൻ അവനെ സ്തുതിക്കുന്നത്. അവൻ സകലത്തിനും മീതെ സകല സ്തുതികൾക്കും യോഗ്യനായിരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. ആ തിരിച്ചറിവ് നാം ദൈവത്തെ പുകഴ്ത്തുമ്പോഴുണ്ടാകും. അതുവരെ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും, എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ജീവിച്ചു. ചില സമയത്ത് നമ്മൾ പറയും, അവർക്ക് ആരോഗ്യം കുറവായിരുന്നു, പക്ഷെ എനിക്ക് ദൈവം ആരോഗ്യം തന്നെന്ന് പറയും. എനിക്ക് സമ്പത്ത്, ബാങ്കിൽ ബാലൻസ് ഉണ്ടായിരുന്നുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നുപോയെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അല്ലെന്നേ, സ്തോത്രം, നമ്മുടെ ബാങ്ക് ബാലൻസിന്റെ ബലം കൊണ്ടൊന്നും അല്ല നമ്മൾ ജീവിച്ചത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇന്നിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഉച്ചസ്ഥായിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എന്റെ കർത്താവിനെ പരിപാലിച്ചത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവന്റെ മഹിമ അഗോചരമത്രേ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവന്റെ മഹിമ അഗോചരമത്രേ. സ്തോത്രം. തുടർന്ന് ഞാൻ അങ്ങോട്ട് ഓടിപ്പോകെ 5-ന്റെ 2-ാമത്തെ ഭാഗം, നിന്റെ അത്ഭുത കാര്യങ്ങളെ കണ്ടോ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ധ്യാനമായിരിക്കണം. സ്തോത്രം. ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു ദൈവ പൈതലിന്റെ ധ്യാനമായിരിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത കാര്യങ്ങൾ. എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു, എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു. ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞ എത്രയോ കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി നടത്തി തന്നു. സ്തോത്രം. സാധ്യമല്ലെന്ന് നിന്റെ മനസ്സിൽ നീ വിധി എഴുതിയതായിരിക്കുന്ന എത്ര കാര്യങ്ങളിൽ ദൈവം നിന്റെ പക്ഷം നിന്ന് നിനക്ക് വേണ്ടി സാധ്യമാക്കി തന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളല്ലേ. ഇനി അതിലും വലിയൊരു അത്ഭുതം നമുക്കറിയാവുന്നതാ, ഒന്ന് ഓർമ്മിപ്പിച്ചു പോകട്ടെ. നരകത്തിന് മാത്രം യോഗ്യത. സ്തോത്രം. മനുഷ്യന്റെ വീണ്ടെടുപ്പിന് ഒരുത്തനും വില കൊടുക്കുവാൻ കഴിയുകയില്ല എന്നിരിക്കെ അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആ പ്രവൃത്തിയിലുള്ള അത്ഭുതമാ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ആ നടക്കാത്ത വിഷയത്തെ നടപ്പിച്ച അത്ഭുതമാ ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റൊരു രീതിയിൽ അതിനെ ചിന്തിക്കരുത്. പക്ഷെ നടക്കുവാൻ സാധ്യതയില്ലാത്തതിനെ സ്വന്തം ജീവനേകി എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നിത്യസ്വർഗരാജ്യം ഒരുക്കി തന്നില്ലേ. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ. അതിൽ പരം ഒരു അത്ഭുതം എന്താ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് വരുമ്പോ പറയുകയാണ് 8-ാമത്തെ വാക്യം, യഹോവ കൃപയും കരുണയുമുള്ളവൻ,
ദീർഘക്ഷമയും മഹാദയമുള്ളവൻ. അനുഭവിച്ചവർക്ക് സ്തോത്രം പറയുവാനായിട്ട് കഴിയും. സ്തോത്രം. എൻ്റെ വിശുദ്ധ ജീവിതത്തിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല, ഞാൻ പരിശുദ്ധനായിരുന്നത് കൊണ്ടൊന്നുമല്ല, ഞാൻ വീഴാത്തവനായിരുന്നത് കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ താഴ്ചകളില്ലാതിരുന്നിട്ടല്ല, ഞാൻ ബലഹീനതയില്ലാത്തവനായിരുന്നിട്ടല്ല, എൻ്റെ ബലഹീനതകളിലും എന്നോട് ബലം തോന്നി, എൻ്റെ ബലഹീനതകളിൽ എന്നോട് സഹതാപം തോന്നി. അങ്ങനെ എബ്രായ ലേഖനക്കാരൻ പറയുന്നത്, എന്നോട് സഹതാപം തോന്നി. ഹല്ലേലൂയ. എന്നെ തന്റെ സന്നിധിയോട് ചേർക്കുവാൻ കൃപാസനത്തിന്റെ മുൻപിൽ ചെന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്ര സ്വീകാര്യത്തിന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതവിടുത്തെ ദയയല്ലേ, കരുണയല്ലേ. സ്തോത്രം. എന്നിട്ട് പറയുക, യഹോവ എല്ലാവർക്കും നല്ലവൻ. പ്രിയ ദൈവകുഞ്ഞെ, ഒരിക്കൽ പോലും ചിന്തിക്കരുത് ദൈവം അവന് നല്ലവനാ, ദൈവം അവന്റെ ജീവിതത്തിൽ നന്മ ചെയ്തു, എന്റെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യുന്നില്ലെന്ന് കരുതരുത്. സ്തോത്രം. അവൻ എല്ലാവർക്കും നല്ലവനാ. ഇങ്ങനെയാ പറയുന്നത്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം അവനെ സത്യമായി, കാപട്യത്തോടുകൂടെയല്ല, സത്യമായി നാം അവനെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ ചായ്ക്കുന്നുവെങ്കിൽ, സ്തോത്രം, അവൻ നമുക്ക് സമീപസ്ഥനാ. പ്രിയമുള്ളവരെ, സമീപസ്ഥൻ എന്നൊക്കെ പറയുമ്പം, സ്തോത്രം, അതെത്ര ആഴമായ ഒരു പദമാണെന്നറിയാമോ? എന്നോട് ചേർന്നിരിക്കുന്നവൻ. സ്തോത്രം. ചില നിമിഷങ്ങളിൽ എന്നോട് ചേർന്നിരിക്കാൻ ആരുമില്ലാതിരിക്കെ, ഞാൻ ഏകനാണെന്ന് തോന്നുമ്പോൾ, സ്തോത്രം, എൻ്റെ വിഷയങ്ങളെ അറിയുവാൻ, എന്നോട് സംസാരിക്കുവാൻ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരുത്തർക്കും കഴിയുന്നില്ലല്ലോ. എൻ്റെ ഭർത്താവിന് കഴിയുന്നില്ലല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ലല്ലോ, എൻ്റെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ലല്ലോ, എൻ്റെ സഹോദരങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, എൻ്റെ കൂട്ടുകാർക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അവൻ സമീപസ്ഥനായി നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വാക്കുറപ്പാണ്, സ്തോത്രം, ഞാൻ നിനക്ക് സമീപസ്ഥനായ ദൈവം എന്നുള്ളത്. സ്തോത്രം. 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 കഴിഞ്ഞ വെള്ളിയാഴ്ച കാലം ഞങ്ങൾ ചിന്തിപ്പാനായി ഇടയായി തീർന്നു. പലപ്പോഴും ദൈവം സമീപസ്ഥനാണെന്ന് നമ്മൾ പറയും. സ്തോത്രം. എത്ര സമയങ്ങളിൽ അവന്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ട്. സ്തോത്രം. സ്തോത്രം. എത്ര നിമിഷങ്ങളിൽ അവൻ നമ്മുടെ അടുത്തുണ്ടെന്നുള്ളത് രുചിച്ചറിയാൻ നമുക്ക് കഴിയാറുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്ന പോലെ, അക്ഷരത്തിന്റെ പഴക്കത്തിൽ അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കരുത്. സ്തോത്രം. അതിന്റെ അർത്ഥം ഇത് തള്ളിക്കളയണമെന്നല്ല കേട്ടോ. സ്തോത്രം. അങ്ങനെ ഉപദേശങ്ങൾ വരുന്നോണ്ട് ആ വാക്യം ഞാൻ ചേർക്കുകയാ. അതിന്റെ അർത്ഥം ഇതിന്റെ പുറത്ത് ദൈവത്തെ അന്വേഷിക്കണമെന്നല്ല. എന്നാൽ ഇതിന്റെ അകത്ത് എഴുതി വെച്ച് കഥകളിൽ കേട്ടു പരിചയമുള്ള ഒരു ദൈവമാകരുത് എന്റെയും നിങ്ങളുടെയും ദൈവം. സ്തോത്രം. കാർട്ടൂണിൽ കണ്ടു വളർന്ന ഒരനുഭവം ആകരുത് ദൈവവുമായിട്ടുള്ള ബന്ധം. അതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ കാണിക്കും, അതിനകത്ത് ഒത്തിരി എന്താ പറയുന്നേ, നമ്മളെ കൊണ്ട് കഴിയാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമൊക്കെ കാണിക്കും, അതിനകത്ത് സംസാരമൊക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനും അനുഭവിക്കാനും അവനോടുകൂടെ സമയം ചിലവിടുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. കെട്ടുകഥകളിൽ കേട്ടറിവുള്ള ദൈവമാകരുതേ നമ്മുടെ ദൈവം. അനുഭവങ്ങളിൽ നമ്മുടെ സമീപസ്ഥനായി നമ്മുടെ കൂടെ നടക്കുന്ന, കരം പിടിക്കുന്ന, മാറോട് ചേർക്കുന്ന, സ്തോത്രം, ചേർത്ത് നിർത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, സ്തോത്രം, ഒരു ദൈവമായി ഈ ദൈവത്തെ ഒന്ന് അറിയാൻ, ഒന്നുകൂടെ അനുഭവിക്കാൻ, ഒന്നുകൂടെ വേണമെങ്കിൽ പുതിയതായിട്ടൊന്ന് പരിചയപ്പെടാൻ ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുക. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യഹോവയ്ക്ക് തന്റെ സകല പ്രവൃത്തികളോടും കരുണ തോന്നും. ഓടി അവസാനത്തെ ഭാഗത്തേക്ക് വരിക. 14-ാമത്തെ വാക്യം വായിക്കാം. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. നമ്മുടെ വീഴ്ചകളിൽ നമ്മുടെ കർത്താവ് നമ്മളെ താങ്ങുമെന്ന്. ശത്രു നമ്മളെ ആഞ്ഞു തള്ളിയാലും, സ്തോത്രം, സ്തോത്രം, പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ലെന്ന് ഉറപ്പിച്ചാലും നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അവൻ കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തുന്ന ദൈവമാ, കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാ. സ്തോത്രം. ബലഹീനനെ തന്നിലും ബലവാനായവന്റെ കരങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് വിടുവിക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം നാം അത് മറന്നു പോകരുത്. സ്തോത്രം. സ്തോത്രം.
സ്തോത്രം. അവൻ വീഴുന്നവനെ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. സ്തോത്രം. പലതരത്തിൽ ജീവിതത്തിൽ കുനിഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. സ്തോത്രം. ലജ്ജ കൊണ്ട് മൂടിയ അനുഭവങ്ങൾ ഉണ്ടാകാം. അതൊക്കെ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ലജ്ജിതയായി, സ്തോത്രം. അന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് രക്തസ്രാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയുടെ അനുഭവമാണ്. അവൾക്ക് ആരുടെയും മുഖത്ത് നോക്കുവാൻ, അവൾക്ക് പബ്ലിക്കിൽ ഇറങ്ങി നടക്കുവാൻ കഴിയത്തില്ല. പക്ഷെ അവളെ വിടുവിച്ചവൻ. സ്തോത്രം. ഒരു എന്താ പറയുന്നേ, ഒരു വേശ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെട്ട ജീവിതമാണ്. പക്ഷെ അവളെ വിടുവിച്ചിട്ട് അവളുടെ നേരെ കല്ലുകൾ ഉയർത്തുവാൻ സമ്മതിക്കാതെ, സ്തോത്രം, അവളെ വിടുവിച്ചവനാ ദൈവം. നമ്മുടെ കുനിഞ്ഞിരിക്കുന്ന അനുഭവം നമ്മളുടെ ജീവിതത്തിന്റെ അപമാനങ്ങളാണോ? അതിൽ നമ്മളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒറ്റ കാര്യമാണ് പറയുന്നത്, നീ ഇനി പാപം ചെയ്യരുത്. ആ ഭാഗം പറയാതെ ഇത് പറയാൻ എനിക്ക് കഴിയുകയില്ല. സ്തോത്രം. നമ്മുടെ ജീവിതം നാം ആരാധനയെങ്കിൽ കേട്ടതുപോലെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ തീർച്ചയായിട്ടും നമ്മുടെ കുനിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് അവൻ വിടുവിക്കുവാനായിട്ടിടയായിത്തീരും. കണ്ണുനീരുകൊണ്ട് കുനിഞ്ഞിരിക്കുകയാണോ ജീവിതത്തിൽ? സ്തോത്രം. ഇതൊക്കെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നതാ. കണ്ണുനീരുകൊണ്ട് മുഖമുയർത്തി ഒരുവന്റെ മുഖത്ത് നോക്കി ചിരിക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ മുഖം കുനിഞ്ഞിരിക്കുകയാണോ? ആ അനുഭവത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നമ്മുടെ മുഖമുയർത്തി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, സ്തോത്രം. അവൻ കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും നിവർത്തുന്നു. സ്തോത്രം. എന്നിട്ട് അങ്ങോട്ട് പറയുന്നത് സൃഷ്ടിയിലൊക്കെയുള്ള ദൈവത്തിന്റെ വൈഭവമാ. സ്തോത്രം. അവിടുത്തെ കരുതലാ. ഏറ്റവും അവസാനത്തെ 3 വാക്യങ്ങളിലേക്ക് ഓടിപ്പോകുകയാ. 18 മുതലുള്ള വാക്യം. നമ്മൾ ചിന്തിച്ച ഭാഗമല്ലേ? സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥന. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ച് മുൻപോട്ട് പോകുക. ഈ ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ദൈവിക സാമീപ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, സ്തോത്രം, ഇത് നിങ്ങളുടെ മുമ്പിൽ ഒരു ചാലഞ്ചായി, ഒരു വെല്ലുവിളിയായി ഇന്ന് പകൽക്കാലം ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാത്തവന് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. നിങ്ങൾ ധൈര്യപ്പെട്ടുകൊള്ളുക. ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ സ്വർഗത്തിലുണ്ടെന്നല്ല പറഞ്ഞത്. സ്തോത്രം. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്തോത്രം. അവൻ പറഞ്ഞ വാക്യം അച്ചട്ട് സത്യമാണെങ്കിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് ചേർന്ന് നടക്കുന്ന ദൈവമാണ്. അവൻ നമ്മോട് അടുത്തിരിക്കുന്ന ദൈവമാണ്. അപ്പൊ കൂടെ ഒരു വാക്യമുണ്ട്, തന്നോട് അടുത്തിരിക്കുന്ന ജനമായി നമ്മെ സമർപ്പിക്കാം. സ്തോത്രം. മുമ്പോട്ട് പോകുകയാ. അതുകൊണ്ട് ഈ സാമീപ്യം അനുഭവിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കണം. ഏത് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും, ഏത് ജീവിതാനുഭവങ്ങളിലും ഈ ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയട്ടെ. അടുത്ത വാക്യം, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം. വായിച്ചോ? സ്തോത്രം. കണ്ടോ? നമ്മുടെ നിലവിളിക്ക് മറികടക്കാത്ത, നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു കർത്താവ്. നാം ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോൾ, നാം ദൈവത്തെ നോക്കി അയ്യം വിളിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ അതിനെ മറികടന്നു പോകാതെ, അത് കണ്ടില്ലെന്ന് വെക്കാതെ, സ്തോത്രം, അത് കണ്ട് അതിനുത്തരമരുളി, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. മറ്റുള്ളവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചകളെ ദൈവത്തിനറിയാം. നീ ഭക്തനായിരുന്നാൽ, നീ ഭക്തയായിരുന്നാൽ, ദൈവസന്നിധിയിൽ, സ്തോത്രം, വിശ്വസ്തയോടെ നിലനിൽക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും എന്നുള്ളത് ദൈവവചനത്തിന്റെ വാഗ്ദത്തമാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ, നിന്റെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും. സ്തോത്രം. തീർച്ചയായും അവൻ മാനിക്കും. മുൻപോട്ട് ഓടിപ്പോകുക. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. പ്രിയമുള്ളവരെ, അവന്റെ പരിപാലനത്തോളം മറ്റാർക്കും നമ്മളെ പരിപാലിക്കുവാനായിട്ട് കഴിയും. വാക്യങ്ങളോട് ചേർന്ന് ചിന്തിക്കണമേ. ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുക, അവളെ എല്ലാ പൂർണ്ണ സംതൃപ്തിയോടെ പരിപാലിക്കുവാൻ ഒരു ഭർത്താവായിരിക്കുന്ന എനിക്ക് കഴിയത്തില്ല. ഞാൻ ഏറ്റവും അടുത്തറിയുന്നതാ. സ്തോത്രം. പക്ഷെ അവളെ യഥാർത്ഥമായി പരിപാലിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സ്തോത്രം. എന്റെ പരിമിതികളെക്കാൾ അപ്പുറമായി അപരിമിതനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പരിപാലിക്കുവാൻ കഴിയുന്നത് കർത്താവിനാണ്.
സ്തോത്രം. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അടുത്ത വാക്യം, എന്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. പ്രിയമുള്ളവരെ, ഈ രീതികളിലൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നാം ആദ്യം ചിന്തിച്ച വചനത്തോടും അവസാനത്തെ വചനം ഒന്ന് ചേർത്ത് ചിന്തിക്കണം. എന്റെ വായ് യഹോവയുടെ സ്തുതികളെ പ്രസ്താവിക്കും. സ്തോത്രം. ഇതെപ്പോഴും നമ്മുടെ ഒരു ശീലമായിരിക്കണം. ദൈവം ചെയ്യുന്ന നന്മകളിലെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ പഠിക്കണം. സ്തോത്രം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ പറയുകയാണ്, എന്റെ മഹത്വം ഞാൻ വിട്ടുകൊടുക്കത്തില്ല, അത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. അവന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ മഹത്വത്തിനും അതിന് നാം ആദ്യം പറഞ്ഞു, അതുകൊണ്ടാ ചേർത്ത് പഠിക്കണമെന്ന് പറഞ്ഞത്, അതിന് ദൈവത്തെ പുകഴ്ത്തുന്നവരായി തീരണമെന്നേ. സ്തോത്രം. അതിന് ദൈവത്തെ പുകഴ്ത്തുന്നവരായി തീരണം. സ്തോത്രം. എന്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവന്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള, സ്തോത്രം, തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവർക്കെല്ലാം ദൈവത്തെ അറിയുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും മുഖാന്തരമായി തീരണമെന്നുള്ള സങ്കീർത്തനക്കാരന്റെ ആഗ്രഹവും സമർപ്പണവുമാ. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഈ സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ ആ നന്മ അനേകർ ദൈവത്തെ സ്തുതിക്കുന്നതിന്, ദൈവത്തെ വാഴ്ത്തുന്നതിന്, ദൈവത്തെ അറിയുന്നതിന്, ദൈവ കുഞ്ഞുങ്ങളായി നാം അനുഭവിക്കുന്ന ഈ മഹത്തരമായിരിക്കുന്ന അനുഭവം അവരും അനുഭവിക്കേണ്ടതിന് നമ്മളുടെ ഓരോ അനുഗ്രഹങ്ങളും പ്രയോജനപ്പെടുത്തുവാനായിട്ടിടയായി തീരണം. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള വാഞ്ചയായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണമായിരിക്കണം. ഈ രീതികളിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുന്നവരായി, ദൈവത്തിന്റെ പരിപാലനം അനുഭവിക്കുന്നവരായി, ആ പരിപാലനം നമുക്കും നാം മുഖാന്തരം മറ്റുള്ളവർക്കും അനുഗ്രഹമായി പ്രയോജനപ്പെടുത്തുന്നവരായി നിലനിൽക്കുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ.